السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മോട് എങ്ങനെയാണ് അവൻ്റെ ദീൻ വിശ്വസിക്കാനും ആചരിക്കാനും കൽപ്പിച്ചിട്ടുള്ളത്, അതുപോലെ വിശ്വസിക്കാനും ആചരിക്കാനും ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഥവാ യഥാർത്ഥ ഇസ്ലാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കാൻ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല രചിച്ചിട്ടുള്ള ഉസൂൽ സുന്ന എന്ന റിസാല ഗ്രന്ഥം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും സ്വീകരിക്കാനും നമുക്ക് ഏവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അത് ബാത്തിലായി മനസ്സിലാക്കാനും അതിനെ തള്ളിക്കളയാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഇമാം അഹ്മദ് റഹിമഹുല്ല അതിനുശേഷം ചർച്ച ചെയ്യുന്ന വിഷയം ഷഫാഅത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹം പറയുന്നു, ഖാല റഹിമഹുല്ലാഹു തആല വൽ ഈമാനു ബി ഷഫാഅത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഖൗമിൻ യുഖ്റജൂന മിനൻ നാരി ബഅദ മഹ്തറഖൂ വസാറു ഫഹ്മാ ഫയുഅ്മറു ബിഹിം ഇലാ നഹ്രിൻ അലാ ബാബിൽ ജന്ന കമാ ജാഅ ഫിൽ അസർ കൈഫ ശാഅ അല്ലാഹു വകമാ ശാഅ ഇന്നമാ ഹുവൽ ഈമാനു ബിഹി വത്തസ്ദീഖു ബിഹി. അദ്ദേഹം പറയുന്നത്, അടുത്ത വിഷയം അൽ ഈമാൻ ബി ഷഫാഅത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിൽ ഒരാൾ വിശ്വസിക്കലാണ്. നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷഫാഅത്തുണ്ട്. ഈ കാര്യം ഓരോരുത്തരും വിശ്വസിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു വിഭാഗത്തെക്കുറിച്ച് നിങ്ങൾ അറിയണം, വബിഖൗമിൻ യുഖ്റജൂന മിനന്നാർ, അവർ നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷം പുറത്തു കൊണ്ടുവരപ്പെടുന്നതാണ്. ബഅദ മഹ്തറഖൂ, അവർ നരകത്തിൽ കത്തിയെരിഞ്ഞതിന് ശേഷം. വസാറു ഫഹ്മ, അവർ കരിയായി മാറിയതിന് ശേഷം അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതാണ്. ഷഫാഅത്തുമായി ബന്ധപ്പെട്ടിട്ടാണത്. ഫയുഅ്മറു ബിഹിം ഇലാ നഹ്രിൻ അലാ ബാബിൽ ജന്ന, ഇതൊക്കെ ഒരു ഹദീസിൻ്റെ ഭാഗത്തിൽ വന്ന കാര്യമാണത്. ഇവരെ സ്വർഗത്തിൻ്റെ വാതിൽക്കലുള്ള ഒരു നദിയിൽ കൊണ്ടുപോയി മുക്കാൻ കൽപ്പിക്കപ്പെടുന്നതാണ്. കമാ ജാഅ ഫിൽ അസർ, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയാണ്, ഹദീസിൽ വന്നതുപോലെ. കൈഫ ശാ അല്ലാഹ്, അതിൻ്റെ രൂപവും മറ്റുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെ നടക്കൂ. വകമാ ശാ, അല്ലാഹു എങ്ങനെയാണ് ഉദ്ദേശിച്ചത് അതേപോലെ സംഭവിക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നമാ ഹുവൽ ഈമാനു ബിഹി വത്തസ്ദീഖു ബിഹി, അത് വിശ്വസിക്കുകയും ഈ പറയുന്ന കാര്യങ്ങളെ സത്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഷഫാഅത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് മുസ്ലിം ഉമ്മത്തിൽ ധാരാളക്കണക്കിന് ആളുകൾ അതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിനു പകരം അല്ലാഹു അല്ലാത്ത ആളുകളോട് വ്യത്യസ്ത രൂപങ്ങളിലുള്ള ഇബാദത്തുകൾ ചെയ്യാൻ ന്യായവാദമായി പറയാറുള്ളത് ഈ ഷഫാഅത്തിൻ്റെ കാര്യമാണ്. അവർ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നത്, സഹായം തേടുന്നത്, ഇസ്തിഗാസ നടത്തുന്നത്, അതേപോലെ തന്നെ അവരുടെ ഖബറിങ്കൽ പോയി ബറക്കത്തെടുക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ അവർ കാര്യമായും പറയാറുള്ളത്, നമ്മൾ ഏതൊരു ഔലിയയാണോ ഏതൊരു വലിയനെയാണോ നമ്മൾ ഇഷ്ടപ്പെടുകയും ആ വലിയൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുകയും സഹായം തേടുകയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഷെയ്ഖിൻ്റെ ആ വലിയൻ്റെ ആണ്ട് വർഷാവർഷം കഴിക്കുന്നത്, അല്ലെങ്കിൽ ആ വലിയൻ്റെ പേരിൽ യാസീൻ ഓതുകയോ അല്ലെങ്കിൽ ഖുർആനിൽ നിന്നും എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി ഓതി ഹദിയ ചെയ്യുകയോ, ഇങ്ങനെയൊക്കെ പുണ്യങ്ങൾ ആ വലിയന് വേണ്ടി ചെയ്യുക. അതേപോലെ തന്നെ ആ വലിയനോട് തന്നെ നേരിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പ്രയാസങ്ങളൊക്കെ പറയുക. ഇതിൻ്റെ എല്ലാം പിന്നിൽ അവർ വിശ്വസിക്കുന്ന പ്രധാനപ്പെട്ടൊരു തത്വം ഈ ഷഫാഅത്താണ്. നാളെ ഈ വലിയ എനിക്ക് വേണ്ടി റബ്ബിൻ്റെ അടുക്കൽ ശുപാർശ പറയും. ഞാൻ ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരുപാട് കുറവ് വരുത്തുന്നവനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയകളോട് ഞാൻ എൻ്റെ പരാതികളും ആവലാതികളുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
ഈ വലിയുകൾ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് നമുക്ക് വേണ്ടി വാദിക്കുകയും നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യും എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ഖബറിങ്കൽ പോകുന്നതും ഖബറാളിയോട് തേടുന്നതും ഖബറാളിയോട് പാപം പൊറുക്കാൻ ചോദിക്കുന്നതും സഹായം ചോദിക്കുന്നതുമൊക്കെ സഹോദരങ്ങളെ അതിനു വേണ്ടിയിട്ടാണ് പദ്യരൂപത്തിലും ഗദ്യരൂപത്തിലും പദ്യഗദ്യ മിശ്രിതത്തിലുമൊക്കെ മൗലിദുകൾ രചിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇതിൻ്റെയൊക്കെ അർത്ഥവും ആശയവും നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇതിലെല്ലാം പറയുന്നത് ഈ വലിയന്, ഈ ഷെയ്ഖിന് അദ്ദേഹത്തിൻ്റെ മുരീദന്മാരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ ഷെയ്ഖ്, ഈ വലിയ നാളെ പരലോകത്ത് നിന്നും അള്ളാഹു താലയോട് വാദിച്ചുകൊണ്ട് ഒരു വേള റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഖദറിന് യോജിക്കാത്ത രൂപത്തിൽ, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾക്ക് യോജിക്കാത്ത രൂപത്തിൽ അവരോടൊക്കെ വാഗ്വാദങ്ങൾ നടത്തി, മോശം രൂപത്തിൽ ഇടപാടൊക്കെ നടത്തി ഇവരുടെ ഷെയ്ഖ് ഇവരെ രക്ഷിക്കും എന്ന രൂപത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഇത്തരം മൗലൂദുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിലൊക്കെ അവർ വിശ്വസിക്കുന്ന കാര്യം ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ്. അതല്ലാതെ ബഹുഭൂരിപക്ഷവും ഈ വലിയുകളാണ്, അല്ലെങ്കിൽ ഈ ഷെയ്ഖന്മാരാണ്, അല്ലെങ്കിൽ ഈ തങ്ങൾമാരാണ്, ഇവർ ആകാശഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നെന്നോ എന്നൊന്നും അവർ വിശ്വസിക്കുന്നില്ല. ബഹുഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് ഇവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകക്കാരായ ചില ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത അവൻ്റെ ഇഷ്ടദാസന്മാരാണ്, ഔലിയാക്കളാണ്. അവർക്ക് മരണശേഷവും നമ്മുടെ കാര്യത്തിലൊക്കെ ഇടപെടാൻ സാധിക്കുന്നതാണ്. നമ്മൾ അവിടെ അടുക്കൽ ചെന്ന് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ അവരിലേക്ക് നടത്തിയാൽ അവർ പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് എത്തിക്കും. ഇതാണ് സഹോദരങ്ങൾ ഒരു വിഭാഗം ഷഫാഅത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ രൂപത്തിൽ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ശുപാർശ ലഭിക്കും എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അവർ മദീനയിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുക്കലേക്ക് പോയി നബിയോട് തേടിയാൽ നാളെ നബിയുടെ ഷഫാഅത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ മമ്പുറം തങ്ങളുടെ അടുക്കൽ പോയി ആ ഖബറിങ്കൽ വെച്ച് അവരോട് തേടിയാൽ മമ്പുറം തങ്ങൾ ഷാഫിആയി, ശുപാർശകനായി വരും എന്ന് വിശ്വസിക്കുന്നു. മടവൂരിൻ്റെ അടുക്കൽ പോയി മടവൂരിനോട് തേടിയാൽ നാളെ മടവൂർ ഞങ്ങൾക്ക് ശുപാർശകനായി, ഷാഫിആയി ഉണ്ടാകും എന്നവർ വിശ്വസിക്കുന്നു. അങ്ങനെ ഏതൊരു ഔലിയുടെ അടുക്കലേക്ക് ഇവർ ചെല്ലുന്നോ അവർ തങ്ങൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യാൻ ഉണ്ടാകും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. സഹോദരങ്ങളെ, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഷഫാഅത്തിൽ വിശ്വസിക്കണം എന്ന് പറയുന്ന യഥാർത്ഥ ഷഫാഅത്ത് എന്താണ്? ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന വേളയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ഷഫാഅത്തുമായി ബന്ധപ്പെട്ട് 3 വിഭാഗങ്ങളെ കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങൾ. ഒന്നാമത്തെ വിഭാഗം ഈ നിലക്ക് ഷഫാഅത്തിനെ തെറ്റായി മനസ്സിലാക്കിയ ആളുകളാണ്. ഷഫാഅത്ത് എന്ന പേരിൽ ഷഫാഅത്ത് തന്നെ നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വിഭാഗത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. രണ്ടാമത്തെ വിഭാഗം ഈ ഷഫാഅത്തിനെ പാടെ നിരാകരിക്കുന്നവരാണ്. ഖവാരിജിയാക്കളും മുഅ്തസിലിയാക്കളും ഒക്കെ ഉള്ള ആളുകളെ പോലെ ഒരാൾ നരകത്തിലേക്ക് പ്രവേശിച്ചാൽ അവർക്കൊരിക്കലും സ്വർഗത്തിലേക്ക് വരാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ചും ഖവാരിജിയാക്കളുടെ വിശ്വാസം അതാണ്. ഒരാൾ നരകത്തിൽ പ്രവേശിച്ചാൽ അവൻ ശാശ്വതനാണ്. അവനങ്ങനെ ഷഫാഅത്ത് എന്നും പറഞ്ഞിട്ട് പിന്നീട് നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുക, ഇങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞ് ഷഫാഅത്തിനെ പൂർണ്ണമായി നിരാകരിക്കുന്നവരെ കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ തങ്ങളുടെ ബുദ്ധിയും മറ്റുമൊക്കെ ചിന്തിച്ചുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന മുഅ്തസിലിയാക്കളെയും അങ്ങനെയുള്ള ഹദീസ് നിഷേധികളെയും നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ വിഭാഗം അതാണ്. ഇത് രണ്ടും തെറ്റാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. യഥാർത്ഥ രൂപത്തിലുള്ള ഷഫാഅത്തിൻ്റെ വിശ്വാസം സഹോദരങ്ങളെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിക്കുന്ന ഷഫാഅത്തിൻ്റെ വിശ്വാസമാണ്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ അതിൻ്റെ ചില അടിസ്ഥാനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിലുള്ള ഷഫാഅത്ത് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലരും ഷഫാഅത്ത് എന്ന് കേൾക്കുമ്പോൾ അവർക്ക് ദുനിയാവിലുള്ള ഷഫാഅത്തിനെ കുറിച്ചാണ് അറിയുന്നത്. ദുനിയാവിൽ നമുക്കറിയാം, നമ്മൾ റെക്കമെൻഡ് ചെയ്യുക, ഇതിനാണ് നമ്മൾ ഷഫാഅത്ത് എന്ന് പറയുക, അല്ലെങ്കിൽ വാസ്ത പറയുക. കൂടുതൽ അടുപ്പമുള്ള ഒരാൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ കൂടുതൽ അടുപ്പമുള്ള ഒരാൾ ഇടയിൽ നിന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ വേഗത്തിലാക്കി തീർക്കുക. ഒരു ഗവൺമെൻറ് ഓഫീസിലാണെങ്കിൽ അവിടെയുള്ള നമുക്ക് അറിയപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ അയാളോട് നമ്മുടെ കാര്യം പറഞ്ഞാൽ അയാൾ ആ ഓഫീസിൽ പേപ്പർ വർക്കുകൾ നീക്കേണ്ട ആളെടുത്ത് പോയി ഷഫാഅത്ത് ചെയ്യും. ഇത് ഇന്ന പേപ്പർ സബ്മിറ്റ് ചെയ്തത് നമ്മൾ വേണ്ടപ്പെട്ട ആളാണ്, നിങ്ങളൊന്ന് പെട്ടെന്ന് അയാളുടെ കാര്യം പരിഗണിച്ചു കൊടുക്കണം. അതിപ്പോൾ പഞ്ചായത്ത് ഓഫീസിലുണ്ടാകാം, കോർപ്പറേഷൻ ഓഫീസിലുണ്ടാകാം, ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും അല്ലാത്തടത്തൊക്കെ ഉണ്ടാകാം. അവിടെയൊക്കെ അവരുണ്ടാകും. അങ്ങനെ അവരെന്ത് ചെയ്യും? ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളാളാണ് എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പലരും ഈ രൂപത്തിലാണ് പരലോകത്ത് വെച്ചുള്ള ഷഫാഅത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്.
അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ചിലർക്കെങ്കിലും സ്വാധീനിക്കാൻ സാധിക്കുകയും എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടാത്ത, അള്ളാഹു ഉദ്ദേശിക്കാത്ത ചില ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാനോ അതല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനോ സാധിക്കുമെന്നുള്ള മിഥ്യാധാരണയാണ് പലർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്ന ഷെയ്ഖിൻ്റെ പൊരുത്തം നമുക്കുണ്ടെങ്കിൽ ആ ഷെയ്ഖ് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്ന തെറ്റിദ്ധാരണയാണ് പലപ്പോഴും ഉള്ളത്. അങ്ങനെ സഹോദരങ്ങളെ, ചെറിയ കുട്ടികളെ പോലും മദ്രസകളിൽ ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നു. എത്രത്തോളം നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ആഴ്ചക്ക് ഇന്ന രൂപത്തിലുള്ള സ്വലാത്തുകൾ ചൊല്ലിയാൽ മതി, നാരിയാത്ത് സ്വലാത്ത് ചൊല്ലിയാൽ മതി, നിങ്ങൾ രക്ഷപ്പെടും. അവർ വിചാരിച്ചിരിക്കുന്നത് നബിയുടെ ഷഫാഅത്ത് കിട്ടാൻ കാരണമാകുമെന്ന. അതല്ലെങ്കിൽ മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്താൽ മതി. ആ രൂപത്തിൽ മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെയും അതേപോലെ തന്നെ റിഫായി ഷെയ്ഖിൻ്റെയും ഒക്കെ മൗലൂദുകളൊക്കെ നിങ്ങൾ പാരായണം ചെയ്താൽ അവരുടെ ഷഫാഅത്ത് ലഭിക്കും എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, പരലോകത്തുള്ള ഷഫാഅത്ത് ദുനിയാവിലെ ഷഫാഅത്ത് പോലെയല്ല. ദുനിയാവിൽ അനുവദിക്കപ്പെട്ട ഷഫാഅത്തുണ്ട്. അനുവദിക്കപ്പെട്ട കാര്യത്തിന് ഒരാൾക്ക് വേണമെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം, തെറ്റുള്ള കാര്യമല്ല. ഒരാൾക്ക് അർഹതയുള്ള കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ട് അത് എളുപ്പമാകുമെങ്കിൽ മറ്റൊരാളുടെ അവകാശത്തെ നിഷേധിക്കാത്ത രൂപത്തിൽ നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു റെക്കമെൻഡേഷൻ ചെയ്യുകയാണെങ്കിൽ ദുനിയാവിൽ അത് ഖൈറായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇശ്ഫഉ തുജറു, നിങ്ങൾ ഷഫാഅത്ത് ചെയ്യൂ, നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പരലോകത്തെ കാര്യം അങ്ങനെയാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അടിമകളുടെ അവസ്ഥ അറിയുന്നതിന് വേണ്ടി ഏതെങ്കിലുമൊക്കെ ശുപാർശകരെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആവശ്യമുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കുക. ദുനിയാവിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ശുപാർശകരെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്? അടിമകളെക്കുറിച്ച് അറിയാത്ത ആളുകളാണ്, അവിടെയുള്ള ആളുകളെക്കുറിച്ച് അറിയാത്ത ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ആ വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞു കൊടുക്കാനാണ്. അതല്ലെങ്കിൽ ആ നിലക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളുണ്ട്. സഹോദരങ്ങളെ, പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ദുനിയാവിലെ ഷഫാഅത്തിനെ പോലെ അല്ല കാര്യം. അള്ളാഹു തആലക്ക് അടിമകളെ വളരെ കൃത്യമായി അറിയാം. ഈ ശുപാർശകനേക്കാളും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആർക്ക് വേണ്ടിയാണോ ഇയാൾ ശുപാർശ ചെയ്യുന്നത് അവരെക്കുറിച്ച് അള്ളാഹു തആലക്ക് അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വഹാബികളെ എത്രത്തോളം അറിയുമോ അതിനേക്കാളേറെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സ്വഹാബികളെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വഹാബികളെ കുറിച്ച് പോലും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം അള്ളാഹു തആലക്കില്ല. അള്ളാഹു തആലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു തആലക്ക് അവിടെയുള്ള മക്കക്കാരെ കുറിച്ച് അറിയാം. അള്ളാഹു തആലക്ക് ഓരോ സഹാബിയെ കുറിച്ചും അറിയാം. അള്ളാഹുവിൻ്റെ അടുക്കൽ ആരും പോയി ശുപാർശ ചെയ്യേണ്ടതില്ല. അത് ജീവിച്ചിരിക്കുന്ന സ്വഹാബികളുടെ കാര്യമാണ് പറയുന്നത്. പിന്നെയാണോ വർഷങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ജനിച്ചിട്ടുള്ള ആളുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ അറിയുക പോലുമില്ല. മദീനയിൽ ഇന്ന് ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. ബാക്കിയുള്ള ഔലിയാക്കളുടെയും സാലിഹ്യങ്ങളുടെയും അവസ്ഥ എന്താണ്? അവർക്ക് ആളുകളെ അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാകട്ടെ എല്ലാവരെയും അറിയാം. ഇനി അള്ളാഹു തആല തൃപ്തിപ്പെടാത്ത ഒരാളാണെങ്കിൽ ഈ പറയുന്ന ഒരാൾക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഇവരെ തൃപ്തിപ്പെടുത്താനോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്വർഗപ്രവേശനം ഉദ്ദേശിപ്പിക്കാനോ ഒരാൾക്കും സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ അതൊരാൾക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ദുനിയാവിലെ ഷഫാഅത്ത് പോലെയല്ല പരലോകത്തുള്ള ഷഫാഅത്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. മറിച്ച് പരലോകത്തുള്ള ഷഫാഅത്ത് എന്ന് പറയുന്നത് ഒരു ആദരവിൻ്റെ വേദിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യാനുള്ള അവകാശങ്ങൾ നൽകുന്നത് അവരെ ആദരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷഫാഅത്തുണ്ട്. ഈ നമ്മൾ തൊട്ടുമുമ്പ് വായിച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ആദരവാണ്. ആ വലിയ സദസ്സിൽ ആർക്കും ചെയ്യാൻ സാധിക്കാത്തതായ ഷഫാഅത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്യാൻ സാധിക്കും. അത് അവിടത്തേക്കുള്ള ആദരവാണത്. മറ്റമ്പിയാക്കൾക്ക് ഷഫാഅത്ത് ചെയ്യാനുള്ള കഴിവുണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അവർക്കുള്ള ആദരവാണത്. സ്വാലിഹീങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യാനുള്ള അവസരം അള്ളാഹു തആല നൽകിയതാണത്, അവർക്കുള്ള ആദരവാണത്. മാതാപിതാക്കൾക്ക് മക്കൾക്ക് വേണ്ടി, മക്കൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി ശുപാർശകളുണ്ട്. സ്വാലിഹീങ്ങൾക്ക് കൂട്ടുകാർക്കുള്ള ശുപാർശകളുണ്ട്, ഷഫാഅത്തുണ്ട്. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നൽകുന്ന ആദരവാണത്. ഇനി ശുപാർശ ലഭിക്കുന്ന ആകട്ടെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൃപ്തി വേണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം വേണം. അങ്ങനെയുള്ള ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഷഫാഅത്ത് ഉദ്ദേശിക്കും. ഇതാണ് ചുരുക്കം. സഹോദരങ്ങളെ, ഒരല്പം വിശദീകരിച്ച് പഠിക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഷഫാഅത്തുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഷഫാഅത്ത് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അധീനതയിൽ മാത്രമാണ്. അള്ളാഹു തആലയുടെ അധീനതയിലുള്ള അള്ളാഹുവിൻ്റെ മുൽക്കിലുള്ള ഒരു കാര്യം മാത്രമാണ് ഷഫാഅത്ത് എന്ന് പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ. ഖുൽ, നബിയെ പറയുക, ലില്ലാഹി ശഫാഅത്തു ജമീഅ, മുഴുവൻ ഷഫാഅത്തും ഉടമപ്പെടുത്തുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്.
ഒരു നബിക്കും ഷഫാഅത്തിന്റെ അവകാശമില്ല. ആർക്കും ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ അവനോട് വാദിച്ചുകൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. മുഴുവൻ ഷഫാഅത്തിന്റെ അധീനതയും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് ഷഫാഅത്ത് ചോദിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിങ്കൽ ചെന്നുപോലും ഷഫാഅത്ത് ചോദിക്കൽ അനുവദനീയമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷഫാഅത്ത് ചോദിക്കപ്പെടാൻ യാതൊരു അർഹതയുമില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമാണ് ഷഫാഅത്ത്. ഖുൽ ലില്ലാഹി ഷഫാഅത്തു ജമീഅ, മുഴുവൻ ഷഫാഅത്തും അള്ളാഹുവിന്റെ അധീനതയിലാണ്. അതുകൊണ്ട് തന്നെ ഷഫാഅത്ത് ചോദിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. അത് അമ്പിയാക്കളോട് ചോദിക്കാൻ പാടില്ല, സ്വാലിഹീങ്ങളോട് ചോദിക്കാൻ പാടില്ല, ഒരാളോടും ചോദിക്കാൻ പാടില്ല. അള്ളാഹുവിനോട് ഷഫാഅത്ത് ചോദിക്കണം. അള്ളാഹുവേ, നീ മുഹമ്മദ് നബിയുടെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നൽകണമേ, അള്ളാഹുവേ സ്വാലിഹീങ്ങളുടെ ഷഫാഅത്ത് നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന അള്ളാഹുവിനോട് നേരിട്ടുള്ള ചോദ്യമാണ് ഷഫാഅത്തിന് വേണ്ടി വേണ്ടത്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്ന് നബിയെ താങ്കൾ എനിക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യണമേ എന്ന് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. സ്വഹാബികളിൽ ഒരാൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിങ്കൽ വന്നിട്ട് നബിയെ താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യണം എന്ന് പറയുന്നതായി ഒരു രേഖയും സഹിഹായി സഹോദരങ്ങളെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ടാണ് ഷഫാഅത്ത് ചോദിച്ചിട്ടുള്ളത്. അവരുടെ പ്രാർത്ഥനകളും സഹായതട്ടങ്ങളും ചോദിക്കുന്നത് പോലെ ഷഫാഅത്തും അള്ളാഹുവിനോട് നേരിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഷഫാഅത്ത് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അധീനതയിലാണ്. അതുകൊണ്ട് തന്നെ ഷഫാഅത്ത് ചോദിക്കപ്പെടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലാ യംലികുല്ലദീന യദ്ഊന മിൻ ദൂനിഹി അശ്ശഫാഅ. അള്ളാഹുവിന് പുറമെ ദുആ ചെയ്യപ്പെടുന്ന, അവർ ദുആ ചെയ്യുന്ന ചില ആളുകളുണ്ടല്ലോ, അവർ ഷഫാഅത്തൊന്നും ഉടമപ്പെടുത്തുന്നില്ല. ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതി പ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്, ഉസൈർ ഉണ്ട്, മലക്കുകളുണ്ട്. അവരതിൽ നിന്ന് ഒഴിവാണ്. അവർക്ക് ചില ഷഫാഅത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ എന്ന് പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്, ഉലുൽ അസ്മിൽപ്പെട്ട നബിയാണ്. ആ നബിക്ക് ചില ഷഫാഅത്തുണ്ട്. അതല്ലെങ്കിൽ ഇവർ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്കും, സാലിഹ്യങ്ങൾക്കാകട്ടെ അല്ലാത്തവർക്കാകട്ടെ, വലാ യംലികുല്ലദീന യദ്ഊന മിൻ ദൂനിഹി അശ്ശഫാഅ, അവർ ദുആ ചെയ്യുന്ന, അള്ളാഹുവിന് പുറമെ ദുആ ചെയ്യുന്ന ഒരാൾക്കും ഷഫാഅത്ത് അവർക്ക് ഉടമപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, മുവഹ്ഹിദുകൾക്ക് മാത്രമാണ് ഷഫാഅത്ത് ലഭിക്കുകയുള്ളൂ. നാളെ പരലോകത്ത് മുവഹ്ഹിദീങ്ങൾക്ക് മാത്രമേ ഷഫാഅത്ത് ലഭിക്കുകയുള്ളൂ. അഥവാ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുക, ഷഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുക, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുന്നതിൽ നിന്നും ഷഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുക ഖൽബിൽ ഈമാനുള്ള മുവഹ്ഹിദീങ്ങൾക്ക് മാത്രമാണ്. ശിർക്ക് ചെയ്ത ആളുകൾക്ക് ലഭിക്കുകയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ നബിമാർക്കും ഉത്തരം കിട്ടുന്ന ഒരു ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതൊരു പ്രത്യേകമായ ദുആയാണ്. അതല്ല എങ്കിൽ അവരുടെ പ്രാർത്ഥനകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നുണ്ട്. എല്ലാ അടിമകളുടെ പ്രാർത്ഥനക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്യും. അത് അല്ലാഹു തആലയുടെ വാഗ്ദാനമാണ്. പക്ഷേ ഉറപ്പുള്ളൊരു പ്രാർത്ഥന അല്ലാഹു തആല എല്ലാ നബിമാർക്കും നൽകിയിട്ടുണ്ട്. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതഹ. എല്ലാ നബിമാരും ദുനിയാവിൽ തന്നെ ആ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്ത് നേടിയെടുത്തിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. വ ഇന്നി ഇഖ്തബഅതു ദഅവതി, ഞാൻ എൻ്റെ ദഅവത്തിനെ അത് വൈകിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് ഏറ്റവും അങ്ങേയറ്റം കാരുണ്യമുള്ള നബിയാണ്. ഞാൻ എൻ്റെ ഈ ഷഫാഅത്ത് എന്ത് ചെയ്തു? അത് വൈകിപ്പിച്ചു. എന്തിനു വേണ്ടി? ഷഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ എനിക്ക് ഉറപ്പായി കിട്ടുന്ന ഒരു ഉത്തരമാണ്. അതെൻ്റെ ഉമ്മത്തിന് വേണ്ടി ഷഫാഅത്തിനായിട്ട് ഞാൻ പരലോകത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി അത് ലഭിക്കും ആർക്കാണ്? അവിടുന്ന് പറയുന്നു, ഫഹിയ നാഇലത്തുൻ ഇൻഷാ അല്ലാഹ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ലഭിക്കുന്നതാണ്. മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ഷൈആ. എൻ്റെ ഉമ്മത്തിൽ ശിർക്ക് ചെയ്യാതെ മരണപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കുകയുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ. ഷഫാഅത്ത് ലഭിക്കുന്നത് ആർക്ക് മാത്രമാണ്? ശിർക്ക് ചെയ്യാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകണം. ശിർക്ക് ചെയ്തുകൊണ്ട് വിട പറഞ്ഞു പോയാൽ അവന് ഷഫാഅത്ത് ലഭിക്കുകയില്ല. അപ്പോൾ സഹോദരങ്ങളെ, ഷഫാഅത്ത് ചോദിക്കുകയാണ് എന്ന പേരിൽ മരിച്ചുപോയ മഹാന്മാരോട് സഹായം തേടുന്ന വ്യക്തമായ ശിർക്ക് ചെയ്യുന്ന ആളുകളാണ് ആദ്യമായി ഷഫാഅത്തിൽ നിന്നും തടയപ്പെടുക. ചിന്തിച്ചു നോക്കൂ. ഷഫാഅത്ത് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഖബറിങ്കലും ജാറമായ ജാറത്തിലൊക്കെ പോകുന്നത്. ശിർക്ക് ചെയ്യുകയാണ്. അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ഖബറാളിയോട് ചോദിക്കുകയാണ്. അതോടുകൂടി അവരുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചു. അവരുടെ ഈമാൻ ഇല്ലാതായിപ്പോയി. അവർക്ക് നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ലഭിക്കുകയില്ല എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്.
റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മുടെ നാവ് കൊണ്ട് യാ അല്ലാഹ് എന്നല്ലാതെ മറ്റൊരാളെ നമ്മൾ വിളിക്കാൻ പാടില്ല. അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യം അള്ളാഹു അല്ലാത്ത ഒരാളോടും ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ ഷിർക്ക് സംഭവിച്ചു. അവന് ഈ പറയുന്ന ഹദീസിൽ ഉൾപ്പെടാൻ സാധിക്കുകയില്ല. എൻ്റെ ഉമ്മത്തിൽ നിന്ന് മരിച്ചു പോകുന്ന ആളുകൾക്ക് ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅ, അള്ളാഹുൽ ഒരിക്കലും ഷിർക്ക് ചെയ്യാത്ത ആളുകൾക്ക്. അതുകൊണ്ട് ഷിർക്ക് സംഭവിച്ച ആളുകൾക്ക് ഇനി ഈ ശഫാഅത്തിൽ ഉൾപ്പെടണമെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ, ആത്മാർത്ഥമായി അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുക. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് കരഞ്ഞേറ്റു പറയുക, റബ്ബേ പറ്റിപ്പോയതാ, ഈ മുസ്ലിയാക്കന്മാരെ നമ്മളെ പറ്റിച്ചതാ, അതുകൊണ്ട് റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു തരണം. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാതെ ഒരാളോടും ഞാൻ പ്രാർത്ഥിക്കുകയില്ല, സഹായം തേടുകയില്ല. അള്ളാഹ് എന്നല്ലാതെ അള്ളാഹുവിൻ്റെ അടിമകൾ ഒരാളെയും രക്ഷാതേട്ടത്തിനോ സഹായതേട്ടത്തിനോ ഇസ്തിഗാസക്കോ ഞാൻ വിളിക്കുകയില്ല എന്ന് പറഞ്ഞ് മാറി തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ശഫാഅത്ത് അവൻ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അത് പറയണം. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കുന്നത് അസ്അദുൻ നാസി ബിശഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ശഫാഅത്ത് കൊണ്ട് ഏറ്റവും സൗഭാഗ്യവാന്മാരായി തീരുന്നത് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. അത് വെറുതെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറഞ്ഞാൽ പിന്നെ ഒന്നും പ്രശ്നമില്ല എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെറുതെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷിർക്ക് സംഭവിക്കില്ല എന്നാണ് ചിലർ ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി, അവന്റെ ഹൃദയത്തിൽ നിന്നും ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, ഷിർക്ക് ഉണ്ടാകാൻ പാടില്ല. ഖാലിസൻ മിൻ ഖൽബി, ഹൃദയത്തിൽ ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനയാണത്, അത് ഇഖ്ലാസോടുകൂടി പറയണം. എന്ന് വെച്ചാൽ അത് കേവലം നാവ് കൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് ഒരാൾക്ക് ഉപകാരം കിട്ടുന്ന ഒരു കാര്യമല്ല. അങ്ങനെയെങ്കിൽ കിട്ടേണ്ടത് ആദ്യം ആർക്കായിരുന്നു? മദീനയിൽ ഉണ്ടായിരുന്ന മുനാഫികൾക്ക് കിട്ടണമായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളോടൊപ്പം ഒരേ സഫിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിസ്കരിച്ചവരാണ്. ആ നിസ്കാരത്തിൽ എത്ര പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടാകണം? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എന്ത് ഉപകാരമാണ് അവർക്ക് ലഭിക്കുക? ഒരിക്കലും ലഭിക്കുകയില്ല. കാരണം അതൊന്നും ഖാലിസൻ മിൻ ഖൽബിഹി അല്ല, അവരുടെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർക്കത് ലഭിക്കുകയില്ല. അതുകൊണ്ട് ഹൃദയത്തിൽ ഒരുപാട് ഇലാഹുകളെ പ്രതിഷ്ഠിക്കുകയും എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും തന്നെ ആ ശഫാഅത്ത് ലഭിക്കുകയില്ല എന്നാണ്. അവൻ്റെ നാവ് കൊണ്ട് പറയുന്ന കാര്യമായിരിക്കണം അവൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നത്. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം, എൻ്റെ ഇലാഹ് അല്ലാഹു തആല മാത്രമാണ്, ആരാധിക്കപ്പെടാൻ അർഹത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തൊരു കാര്യം ഇബാദത്തായിട്ടുണ്ടോ അത് അള്ളാഹുവിന് മാത്രമേ ഞാൻ നൽകുകയുള്ളൂ എന്നൊരാൾ വിശ്വസിക്കണം. ആദ്യം വിശ്വസിക്കണം, പിന്നീട് അതനുസരിച്ച് അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തനം ഉണ്ടാകണം. എങ്കിൽ അവന് ശഫാഅത്ത് ലഭിക്കും എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. എങ്കിൽ നമുക്കൊരു സംശയമുണ്ടാകും, ഇങ്ങനെയാണ് കാര്യമെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് ശഫാഅത്ത് ലഭിക്കുക എന്ന വിശ്വാസത്തിൽ മഹാന്മാരോട് തേടുക എന്ന കാര്യം എവിടെ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത്? ദീനുൽ ഇസ്ലാമിൽ അങ്ങനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ ശഫാഅത്ത് മഹാന്മാരോട് ചോദിക്കുക എന്ന് പറയുന്ന സമ്പ്രദായം ദീനിൽ യാതൊരു തെളിവില്ലെങ്കിൽ, ഖുർആനിൽ അതിൽ പിൻബലമില്ലെങ്കിൽ, സ്വഹീഹായ ഹദീസുകളിൽ എവിടെയും അതിന് പിൻബലമില്ലെങ്കിൽ പിന്നീട് എവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ശഫാഅത്ത് ലഭിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി എന്ന ഉദ്ദേശത്തോടുകൂടി മഹാന്മാരോട് ചോദിക്കുക എന്ന കാര്യമുണ്ടായിട്ടുള്ളത്? സഹോദരങ്ങളെ, അതിൻ്റെ ഉത്തരം കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. യഥാർത്ഥത്തിൽ ശഫാഅത്ത് ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മഹാന്മാരോട് ചോദിക്കുക എന്ന കാര്യമുണ്ടായിട്ടുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഉണ്ടായിട്ടുള്ള മക്കാ മുശ്രിക്കുകളിൽ നിന്നാണ്. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമായിരുന്നു അത്. സുബ്ഹാനല്ലാഹ്, സ്വാലിഹീങ്ങളോട്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണെന്ന് അവർ കരുതുന്ന ആളുകളോട് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യുക, എന്നിട്ട് അവർ നാളെ ഞങ്ങൾക്ക് ശുപാർശകരായി ഉണ്ടാകുമെന്നുള്ള വിശ്വാസം വെച്ച് പുലർത്തിയത് മക്കയിലെ മുശ്രിക്കുകളാണ്. എവിടെ നിന്നാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്? ഏതെങ്കിലും ചരിത്ര ഗ്രന്ഥത്തിൽ നമ്മൾ പരിധി എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച കാര്യമാണോ അത്? അതല്ലെങ്കിൽ നമ്മൾ തന്നെ മെനഞ്ഞുണ്ടാക്കിയ കാര്യമാണോ അത്? സഹോദരങ്ങളെ, ഒരിക്കലുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിൽ വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണത്. മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച്, ശഫാഅത്തിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു തരുന്നുണ്ട്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, മക്കയിലുള്ള മുശ്രിക്കുകൾ അള്ളാഹുവിന് പുറമേ ചില ആളുകൾക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നു. മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, ആ ഇബാദത്തുകൾ കൊണ്ട് അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ലഭിക്കുകയില്ല. പക്ഷേ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? വയഖൂലൂന ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്, അവർ പറയുന്നത് ഞങ്ങൾ ലാത്തക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത്, ഉസ്സക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത്
ആ വിഗ്രഹത്തിന് മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്നത്, സഹായം തേടുന്നത്, ആ വിഗ്രഹത്തിന് മുന്നിൽ പോയി അറവ് നടത്തുന്നത്, ഇങ്ങനെയുള്ള ഇബാദത്തുകൾക്ക് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഹാ ഉലാ ഇശുഫആഉന ഇൻദല്ലാഹ് ഇലാ തഈഉ മനാത. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരായി ഉണ്ടാകും എന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നത്. അതല്ലാതെ ചില ആളുകൾ ഇവിടെ വെച്ച് പുലർത്തുന്ന വിശ്വാസം പോലെ മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയാത്ത ആളുകളല്ല, അള്ളാഹു തആല അറിയാം. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഹാ ഉലാ ശുഫആഉന ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരായിട്ടുണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയാം. അവർ അള്ളാഹുവിനെ വിളിച്ചത് അള്ളാഹു എന്ന് തന്നെയാണ്. ചില ആളുകൾ ഇതിന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവർക്ക് വേറൊരു ഇലാഹ് ഉണ്ടായിരുന്നു, വേറെ അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് വേറെ സുബ്ഹാൻ അള്ളാഹ്, ലോകത്ത് അള്ളാഹ് എന്നുള്ള പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മുശ്രിക്കുകൾ പോലും വിളിച്ചിട്ടില്ല. അള്ളാഹ് എന്ന് വിളിച്ചിട്ടുള്ളതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയെ മാത്രമാണ്. അതല്ലാത്ത മറ്റു പേരുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, കേട്ടിട്ടുണ്ടാകാം. പക്ഷേ മക്കയിലെ മുശ്രിക്കുകൾ അവർ പറഞ്ഞത് ഹാ ഉലാ ഇശുഫആഉന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരായിട്ടുണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, ഇത് തന്നെയല്ലേ ഇന്ന് ജാറങ്ങളിലും ഖബറുകളിലും മക്ബറുകളിലും ഒക്കെ പോയി ആ മഹാന്മാരോട് തേടുന്നവരും ആ മഹാന്മാർക്ക് വേണ്ടി അറവ് നടത്തുന്നവരും ഒക്കെ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് അതാണ്. മമ്പുറം തങ്ങളുടെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒരിക്കലും മമ്പറും തങ്ങളാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്നോ പരിപാലിക്കുന്നതെന്നോ അതിൻ്റെ നിയന്ത്രണമൊക്കെ തങ്ങളുടെ കയ്യിലാണെന്നോ അവർ വിശ്വസിക്കുന്നില്ല. ബഹുഭൂരിപക്ഷം അത് വിശ്വസിക്കുന്നില്ല. ഇന്ന് ഉടലെടുത്ത ചില ആളുകൾ മാത്രമാണ്, വളരെ മണ്ടന്മാരായ ചില ആളുകൾ മാത്രമാണ് ആ രൂപത്തിലുള്ള വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നത്. മക്ക മുശ്രിക്കുകളെ വെല്ലുന്ന രൂപത്തിൽ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നത് ഇന്നുള്ള ചില ആളുകളാണ്. അതല്ല എങ്കിൽ അടിസ്ഥാനപരമായി അവർ വിശ്വസിക്കുന്നത് ഇവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്, ഇവർ അള്ളാഹുവിൻ്റെ സാലിഹ്യങ്ങളായ ആളുകളാണ്, നല്ലവരാണ്, നമ്മളെക്കാൾ എത്രയോ നല്ലവരാണ്. അതുകൊണ്ട് തന്നെ ആ മഹാന്റെ അടുക്കലേക്ക് പോയി നമ്മൾ എന്ത് ചെയ്യുക? മഹാനോട് പറയാം, മുമ്പുറം തങ്ങളെ എൻ്റെ പ്രയാസം താങ്കൾ അറിയുന്നില്ലേ, എനിക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, കച്ചവടത്തിൽ പ്രയാസം വന്നിട്ടുണ്ട്, മക്കളുടെ കല്യാണം അത് ശരിയായിട്ടില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്, എൻ്റെ ജോലി ശരിയായിട്ടില്ല. പലപ്പോഴും ദുനിയാവിലെ കാര്യം തന്നെയാണ് അവർ ചോദിക്കുന്നത്. അതല്ലെങ്കിൽ ചിലരെങ്കിലും പ്രാർത്ഥിക്കുന്നത് എൻ്റെ പാപങ്ങൾ പുറത്തു തരാൻ, അതുകൊണ്ട് താങ്കൾ പുറത്തു തരണം, താങ്കൾ അള്ളാഹുവിനോട് പറയണം. ഈ രൂപത്തിൽ അവരോട് നേരിട്ട് തന്നെ പ്രാർത്ഥിക്കുകയും സഹായം തേടുകയൊക്കെ ചെയ്യുന്നത് സഹോദരങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? മക്ക മുശ്രിക്കുകൾ പറയുന്നു ഹാ ഉലാ ഇശുഫആഉന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരായിട്ടുണ്ടാകും എന്ന്. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾക്ക് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയാം. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായ രൂപത്തിൽ പരിചയപ്പെടുത്താത്ത പലരും ഈ അടിസ്ഥാനപരമായ സത്യത്തെ മൂടിവെക്കുന്നത് കാണാൻ സാധിക്കും. ഒരു വിഭാഗത്തെ എടുത്തു പറയുകയാണെങ്കിൽ സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിലെമ്പാടും ദഅവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ജമാഅത്തു തബ്ലീഗ് എന്ന് പറയുന്ന ലോകാടിസ്ഥാനത്തിൽ പ്രചരിച്ചിട്ടുള്ള വിഭാഗം അവരുടെ ഗ്രന്ഥങ്ങളിൽ പച്ചയായി ഉറുദു ഭാഷയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് മക്കയിലെ മുശ്രിക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയില്ലായിരുന്നു എന്നാണ്. നഊദു ബില്ലാഹ്. എന്നിട്ട് ആ അള്ളാനെ പരിചയപ്പെടുത്താനാണ് റസൂൽ വന്നത് എന്നാണ് പറയുന്നത്. അവർക്ക് അള്ളാനെ കുറിച്ച് അറിയില്ല, അവർക്ക് ലാത്തയെ അറിയുള്ളൂ, അവർക്ക് ഉസ്സയെ അറിയുള്ളൂ, അവർക്ക് മനാത്തയെ അറിയുള്ളൂ, അള്ളാനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് അള്ളാനെ പരിചയപ്പെടുത്താനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അതുകൊണ്ട് നമ്മൾ അള്ളാനെ പരിചയപ്പെടുത്തുകയാണ് വേണ്ടത് എന്നാണ്. അത് തന്നെയാണ് അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാനെ പരിചയപ്പെടുത്തൽ മാത്രം. അള്ളാഹ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും അള്ളാഹ് ചെയ്തു തരും. സഹോദരങ്ങൾ, ഇത് മക്കയിലെ മുശ്രിക്കുകൾ പോലും അംഗീകരിച്ചിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾ പോലും അംഗീകരിച്ചിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം അതായിരുന്നില്ല. ആയിരുന്നെങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾ ഒരിക്കലും തന്നെ അത് അംഗീകരിക്കാതിരിക്കുമായിരുന്നില്ല, അംഗീകരിക്കുമായിരുന്നു. മറിച്ച് അവരുടെ വിഷയം ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവിന് നൽകുക എന്ന് പറയുന്നത് ശരിയല്ല. മറിച്ച് ഈ മഹാന്മാരുടെ അടുക്കൽ പോയി നമ്മൾ ചില ഇബാദത്തുകൾ ചെയ്യേണ്ടതുണ്ട്. കാരണം ഹൗലാ ശുഫആഉന ഇൻദല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരായിട്ടുണ്ടാകും. അപ്പം അങ്ങനെ ശുപാർശ ലഭിച്ചിട്ടേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അത് ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ. അവർ ബഹുഭൂരിപക്ഷവും പരലോകത്തെ നിഷേധിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടെങ്കിൽ ഈ ആളുകൾ ഞങ്ങൾക്ക് ശുപാർശകരായിട്ടുണ്ടാകും, ഈ ആളുകൾ ഞങ്ങൾക്ക് ശുപാർശകരായിട്ടുണ്ടാകും എന്ന വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? അല്ലാഹു തആല പറയുന്നു ഖുൽ അത്തുനബ്ബിഊന അല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ, അവൻ അറിയിക്കുകയാണോ? ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശഭൂമികളിൽ ഇങ്ങനൊരു സിസ്റ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ആളുകൾ അടുക്കലേക്ക് പോയി ഇബാദത്ത് ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് അവർ അള്ളാഹുവിന് ഷഫാഅത്തുകാരായി ശുപാർശകരായി ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളിൽ ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല. സുബ്ഹാനഹു വ തആല, ഉന്നതനായ അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അമ്മാ യുശ്രികൂൻ, ഈ പേരും പറഞ്ഞ് ശിർക്ക് ചെയ്യുന്നതിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ അങ്ങനെ അവതരിപ്പിച്ചിട്ടില്ല.
ഇങ്ങനെ മഹാന്മാരുടെ അടുക്കൽ പോയി പ്രാർത്ഥിച്ച് സഹായം തേടി അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് അവർ അള്ളാഹു തആലയുടെ അടുക്കൽ ശഫാഅത്ത് ചെയ്യുക എന്ന് പറയുന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ആരാണ് പഠിപ്പിക്കുന്നത്? റബ്ബ് സുബ്ഹാനഹു വ തആല മക്ക മുശ്രിക്കുകളോട് ചോദിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതേ കാര്യമല്ല ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശഫാഅത്തിന് വേണ്ടി അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് നാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി എന്ന് പറഞ്ഞുകൊണ്ട്, ഹൃദയത്തിൽ നിന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ശഫാഅത്ത് ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരിക്കലും നമ്മെ പഠിപ്പിച്ചിട്ടില്ല. തിരിച്ചാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു തആല പഠിപ്പിച്ചത് എന്താ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബിയെ, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറയേണ്ടത് ഫഇന്നി ഖരീബ്, ഞാൻ അടുത്ത് തന്നെയുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ടനാടിയേക്കാളും നമ്മുടെ അടുത്തുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖാഫിൽ പറഞ്ഞില്ലേ? അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്റത്ത് കൊണ്ട്, അവൻ 7 ആകാശത്തിന് മുകളിൽ അർശിലാണെങ്കിൽ പോലും അള്ളാഹു തആല അവൻ്റെ അറിവ് കൊണ്ട് നമ്മുടെ കണ്ടനാടിയേക്കാളും അടുത്തുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അറിയാം. നമ്മുടെ നാവുകൾ എന്താണ് ഉരുവിടുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അത് കേൾക്കാം. അള്ളാഹു അത് കാണുന്നുണ്ട്. അതുകൊണ്ട് അടിമകളോട് പറയേണ്ടത് ഫഇന്നി ഖരീബ് എന്നാണ്, ഞാൻ അടുത്താ ഉള്ളത്. ഒച്ചയിട്ടൊന്നും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത് തന്നെ ഉണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, അവരെന്നോട് ദുആ ചെയ്താൽ ഞാൻ ആ ദുആക്ക് ഉത്തരം നൽകുന്നതാണ്. ഇങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് ദുആ ചെയ്യാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫല്യസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷദൂൻ, നിങ്ങൾ എന്നെ ശരിക്കും രീതിയിൽ വിശ്വസിക്കണം. എൻ്റെ ദീനിന്റെ കൽപ്പനകൾ, ആഹ്വാനങ്ങൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ശിരസാവഹിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹിദായത്തിന്റെ മാർഗത്തിൽ, സന്മാർഗത്തിന്റെ മാർഗത്തിലേക്ക് എത്തും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇങ്ങനെ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ അങ്ങനെ അവർ ശുപാർശകരായി ഉണ്ടാകുമോ എന്ന രൂപത്തിൽ ഒന്നും റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടില്ല. അള്ളാഹു തആല പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. അള്ളാഹു പറയുന്നത് നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക. വഖാല റബ്ബുക്കും ഉദ്ഊനി, നിങ്ങൾ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. എത്ര കൃത്യമായിട്ടാണ് സഹോദരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യേണ്ടത് എന്നോടാണ്, പ്രാർത്ഥിക്കേണ്ടത് എന്നോടാണ്. ഉദ്ഊനി അസ്തജിബ് ലക്കും. എന്നിട്ട് അവിടെ നിർത്തിയില്ല. ഇന്നല്ലദീന സയസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നോട് മാത്രം ദുആ ചെയ്യാതെ, എന്നോട് പ്രാർത്ഥിക്കാതെ അഹങ്കാരം കാണിക്കുന്ന ആളുകളുണ്ടല്ലോ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നരകത്തിൽ നിന്ദ്യരായിക്കൊണ്ട് പ്രവേശിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ഷഫാഅത്തിന്റെ പേരിൽ മറ്റൊരാളോടും പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ ചോദിക്കാനോ പറഞ്ഞിട്ടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഷഫാഅത്ത് ഉടമപ്പെടുത്തുന്നത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവനോട് നേരിട്ടാണ് നമ്മൾ ഷഫാഅത്ത് ചോദിക്കേണ്ടത്. അത് മുവഹിദീങ്ങൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ഷഫാഅത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഫാഅത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ, അല്ലാഹു നൽകുന്ന ആ ഷഫാഅത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ അല്ലാഹുവിൻ്റെ തൃപ്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇതിനും ഉദ്ദേശവും നമുക്കുണ്ടായിരിക്കണം. അല്ലാഹു ഇന്നയാൾക്ക് ഉദ്ദേശിച്ചാൽ മാത്രമേ ഷഫാഅത്ത് ലഭിക്കുകയുള്ളൂ. അല്ലാഹു ഇന്നയാളെ തൃപ്തിപ്പെട്ടാൽ മാത്രമേ അയാൾക്ക് ഷഫാഅത്ത് ലഭിക്കുകയുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. നമ്മൾ ഓരോ നിസ്കാര ശേഷവും രാവിലെയും വൈകുന്നേരവും ഉറങ്ങുന്നതിന് മുമ്പും ഒക്കെ പറയുന്ന കാര്യമാണ് ആയത്തുൽ കുർസി. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ശുപാർശ ചെയ്യാനായിട്ടുള്ളത്? ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ. അപ്പം അങ്ങനെ ആരും വിചാരിച്ചേക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി ഇല്ലാതെ നമുക്ക് അങ്ങോട്ട് പോയി എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിക്കും, ശുപാർശ ചെയ്യാൻ സാധിക്കും എന്നൊരാളും വിചാരിക്കേണ്ടതില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഷഫാഅത്ത് അവിടത്തേക്കാണ് ലഭിച്ചിട്ടുള്ളത്. അശ്ശഫാഅത്തുൽ ഉൾമ. ആ സഹോദരങ്ങളെ, പരലോകത്ത് വെച്ച് ആ മൗഖിഫിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ആരംഭിക്കുന്നതിന് വേണ്ടി ദീർഘകാലം ആളുകൾ ഇങ്ങനെ മഹ്ശറിൽ കഴിയുകയാണ്, പ്രയാസത്തിൽ കഴിയുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് ഷഫാഅത്ത് ചെയ്യാനുള്ള അവകാശം ഉണ്ടാകുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതുപോലും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഞാൻ ഷഫാഅത്ത് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഷഫാഅത്ത് ലഭിക്കുന്നത്. അതല്ലാതെ അള്ളാഹുവിന് അനുമതി ഇല്ലാതെ ഒരാൾക്കും ഇന്നയാൾക്ക് ശുപാർശ കൊടുക്കൂ എന്ന് പറയാൻ അവിടെ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി അവിടെ സുജൂദിൽ കഴിയുകയാണ്. അള്ളാഹു ഇന്നുവരെ ഒരു അടിമക്കും പഠിപ്പിച്ചു കൊടുക്കാത്ത രൂപത്തിലുള്ള അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ഒരുപാട് വാചകങ്ങൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘനേരം സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു തആല പറയുന്നു, ഇർഫഅ റഅസക, മുഹമ്മദ് നിന്റെ തല ഉയർത്തണം. വഖുൽ യസ്മഅ, നീ ചോദിക്കൂ അത് കേൾക്കപ്പെടുന്നതാണ്. വസൽ തുഅത, നിനക്ക് നൽകപ്പെടുന്നു, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. വശ്ഫഅ തുശഫഅ, നീ ഷഫാഅത്ത് ചോദിക്കൂ, ഞാൻ ഷഫാഅത്ത് നൽകും.
റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. ഇപ്പോൾ റസൂലിന് പോലും അനുമതി ലഭിക്കാതെ ഷഫാഅത്ത് ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? അള്ളാഹു ഇന്ന ആളെ നീ സ്വർഗത്തിലാക്കണം എന്ന് ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ പറയാൻ സാധിക്കുമെന്നാണോ? ഒരിക്കലുമില്ല. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അതേപോലെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി വേണം. നോക്കൂ, അള്ളാഹു തആല പറയാണ് വകം മിൻ മലക്കിൻ ഫിസ് സമാവാത്ത്. ആകാശങ്ങളിൽ എത്ര മലക്കുകളുണ്ട്. ലാ തുഗ്നി ശഫാഅത്തുഹും ഷൈആ. അവരുടെ ഷഫാഅത്ത് ഒന്നും തന്നെ ഉപകരിക്കുകയില്ല. ഈ മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുപ്പക്കാരാണല്ലോ, അവരൊരു പാപം പോലും ചെയ്യുന്നില്ല. മലക്കുകൾ ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ല. മലക്കുകളാണ് മനുഷ്യരെക്കാളും പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരായിട്ടുള്ളത്. അവർക്കൊരു പാപങ്ങളും സംഭവിക്കുന്നില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രത്തെ അങ്ങനെയുള്ള മലക്കുകൾ ആകാശത്തുണ്ട്. ലാ തുഗ്നി ശഫാഅത്തുഹും ഷൈഅ. അള്ളാഹു തആല പറയണം അവരുടെ ഷഫാഅത്തും തന്നെ ഉപകരിക്കുകയില്ല. എങ്ങനെയല്ലാതെ ഇല്ലാ മിൻ ബഅദി അൻ യഅ്സന അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുമതി നൽകണം. ലിമൻ യശാഉ വയർള. അള്ളാഹു ഉദ്ദേശിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക്. അപ്പം അള്ളാഹു അനുമതി കൊടുക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കണം, അള്ളാഹു തആല തൃപ്തിപ്പെടണം. ഇങ്ങനെല്ലാം ചെയ്താൽ ഒരു മലക്കിന് വേണമെങ്കിൽ അള്ളാഹുവെ നീ ഇന്നയാളെ രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യാൻ സാധിക്കും. എന്നാൽ തെറ്റായി മനസ്സിലാക്കിയ ആളുകൾ എങ്ങനെയാണ്? അവർ വിചാരിക്കുന്ന അവരുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ വലിയനെ തൃപ്തിപ്പെടുത്തിയാൽ ആ വലിയന് അത് സാധിക്കുമെന്നാണ്. സഹോദരങ്ങളെ, ഇത് പച്ചയായി എഴുതി വെച്ചിട്ടുണ്ട്. റിഫായി ഷെയ്ഖിൻ്റെ മൗലിദ് എന്നും പറഞ്ഞുകൊണ്ട് അതിൽ വളരെ പച്ചയായി എഴുതിയിട്ടുണ്ട്. അത് മലക്കുൽ മൗത്തിൻ്റെ കയ്യിൽ നിന്നും ആ റൂഹ് കൊണ്ടുപോയ ആ മലക്കുൽ മൗത്തിൻ്റെ കയ്യിൽ നിന്നും ആ റൂഹിനെ തട്ടിപ്പറിച്ചുകൊണ്ട് ഷെയ്ഖിൻ്റെ മുരീദിന് ആ റൂഹ് തിരിച്ചു കൊടുത്ത സംഭവം ഇതിൽ പറയുന്നുണ്ട്. ഈ മൗലിദിൽ പറയാം. ദുനിയാവിൽ തന്നെ ഇടപെടാൻ സാധിക്കുന്നതാണ്. പരലോകത്തൊന്നും എത്താണ്ട് ദുനിയാവിൽ തന്നെ ഷെയ്ഖിന് കഴിവുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇവിടുന്ന് ഷെയ്ഖിൻ്റെ വേണ്ടപ്പെട്ട ഒരു മുരീദിനെ മലക്കുൽ മൗത്ത് റൂഹ് എടുത്തു കൊണ്ടുപോയി. അത് ബാക്കിയുള്ള ആളുകൾ ഷെയ്ഖിനോട് പരാതി പറഞ്ഞു. ഷെയ്ഖ് ഇടപെട്ടു. നേരെ പോയി ആ റൂഹൊക്കെ കൊണ്ടുവന്നൊരു കൊട്ടയുണ്ടെന്നൊക്കെയാണ് ഇവിടെ എത്തിൽ നമ്മൾ വിചാരിക്കുക. എന്നിട്ട് അതിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് റൂഹ് തിരിച്ചു കൊടുത്തു. അത്രയും വലിയ കഴിവുണ്ട്. ആ രൂപത്തിലാണ് സഹോദരങ്ങളെ അവർ വിശ്വസിക്കുന്നത്. നാളെ ഷെയ്ഖിൻ്റെ മുരീദന്മാരായ ആളുകൾക്ക്, ഷെയ്ഖിനെ വിളിച്ച് തേടുന്ന ആളുകൾക്ക്, മൗലീദ് കഴിക്കുന്ന ആളുകൾക്ക് അവിടെ രക്ഷയുണ്ടാകും. ഷെയ്ഖിൻ്റെ മുരീദിനെ ഒരിക്കൽ പോലും നരകം സ്പർശിക്കുകയില്ല. ഇതൊക്കെയാണ് ഈ മാല മൗലൂദിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മൗലൂദ് ഇങ്ങനെ ചൊല്ലിയാൽ ഷെയ്ഖിനെ വിളിച്ചാൽ നോക്കൂ സഹോദരങ്ങളെ, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് ആരാണെന്ന് അറിയുമോ? ജൂതന്മാരാണ്. ജൂതന്മാരുണ്ടാക്കി അത് ഷിയാക്കളിലേക്ക് എത്തിച്ചു. എന്നിട്ടൊരു ഷിയാ മതമുണ്ടാക്കി. ജൂതായുസമാണ് യഥാർത്ഥ ഷിയായിസ്. ആ ഷിയായിസ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇടയിലേക്ക് പതിയെ തിരികെ കയറ്റി അങ്ങനെ വ്യക്തമായ ജൂതവിശ്വാസം അവിടെ എത്തിക്കുകയുണ്ടായി. ജൂതന്മാർക്കുണ്ടായ കിളിപ്പാട്ടും മറ്റുമൊക്കെയാണ് ഇവിടെ ഷിയാക്കൾക്കുണ്ടായത്. ആ ഷിയാക്കൾ ഈ നാടുകളിലേക്ക് എത്തിച്ച് ഇതേ വിശ്വാസം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ജൂതന്മാരെങ്ങനെയാണോ മഹാന്മാരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക എന്നുള്ള പേരിൽ അവരുടെ ഖബറുകൾ കെട്ടിയുയർത്തി അവരോട് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്തിട്ടുള്ളത്, അതേ മാതൃക ഈ ആളുകൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൻ്റെ 5 ദിവസം മുമ്പ്, അല്ലെങ്കിൽ സ്വഹാബികൾ പറഞ്ഞതുപോലെ ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദ വന്നസാറ. യഹൂദ നസ്രാണികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാപമുണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്. അവരുടെ അമ്പിയാക്കളുടെ ഖബറിടങ്ങൾ മസ്ജിദുകളാക്കി, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഇടങ്ങളാക്കി. അതിനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കുകയാണ്. അല്ലാതെ അമ്പിയാക്കളോട് പ്രാർത്ഥിച്ചു സഹായം തേടിയെന്നൊന്നും പറയുന്നില്ല. അമ്പിയാക്കളുടെ ഖബറിങ്കൽ അള്ളാഹ് ഇബാദത്ത് എന്ന സ്ഥലമാക്കി. അതുപോലും പാടില്ല എന്നാണ്. ഖബറിടം ഇബാദത്തിനുള്ള സ്ഥലമല്ല. അതുകൊണ്ടാണ് ഖബറുള്ളടുത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഈ മസ്ജിദ് ഖബർ നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല. സുജൂദ് ഖബറുള്ള സ്ഥലത്ത് പാടില്ല. അതുകൊണ്ടാണ് അവിടെ പോയി ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഖുർആൻ പാരായണം ഖബറിങ്കലല്ല, വീട്ടിലാണ്, മസ്ജിദിലാണ്. അതുകൊണ്ടാണ് വീടുകളെ നിങ്ങൾ ഖബറിടം പോലെ ആക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ ഖുർആൻ ഓതണം. കാരണം ഖബറിങ്കൽ പോയി അല്ല ഖുർആൻ ഓതേണ്ടത്, ഇത് വീട്ടിലാണ് ഓതേണ്ടത്, മസ്ജിദിലാണ് ഓതേണ്ടത്. അതാണ് ഇബാദത്തിന്റെ സ്ഥലങ്ങൾ, അതല്ലാതെ ഖബറിടങ്ങളല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതെല്ലാം ജൂതന്മാരുണ്ടാക്കിയതാണ്. ആ ജൂതന്മാരിലൂടെ ഷിയാക്കൾ, ജൂതന്മാരുടെ യഥാർത്ഥ കഴുതകളാണ് യഥാർത്ഥത്തിൽ ഈ ഷിയാക്കൾ എന്ന് പറയുന്നത്. ആ ഷിയാക്കളിലൂടെ അവരുടെ ജൂതായുസം ദീനുൽ ഇസ്ലാമിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തുള്ള ആളുകളുടെ അടുക്കലേക്ക് എത്തി. പല രീതിയിൽ ത്വരീഖത്ത് എന്നുള്ള പേരിലും സൂഫി തരീഖത്ത് എന്നുള്ള പേരിലും പല രൂപത്തിലും അതേ വിശ്വാസങ്ങൾ സഹോദരങ്ങൾ യഥാർത്ഥത്തിലൂടെ എത്തുകയാണ്. എന്നിട്ട് ഈ വിശ്വാസമാണ് ഷഫാഅത്ത് എന്നുള്ള പേരിൽ മഹാന്മാരെ ആദരിക്കുക എന്നുള്ള പേരിൽ അവരോട് തന്നെ പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യുന്നത്. സഹോദരങ്ങളെ, വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള ഷഫാഅത്തുകൾ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഒരാൾക്ക് എത്താമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും സാധിക്കില്ല. ഇത് നമ്മൾ പറയുമ്പോൾ ഇവർ പറയും നമ്മൾ ഷഫാഅത്തിനെ പൂർണ്ണമായി നിരാകരിക്കുന്നവരാണ്.
ഇല്ല സഹോദരങ്ങളെ, ഷഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്, സ്വാലിഹീങ്ങൾക്കുണ്ട്. ഇത് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രന്ഥം തന്നെ തിരഞ്ഞെടുത്തത്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്നത് വൽ ഈമാൻ ബി ഷഫാഅത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിൽ വിശ്വസിക്കൽ അത് നമ്മുടെ അഹ്ലു സുന്നത്തിന്റെ അഖീദയുടെ ഭാഗമാണ്. ഇന്നമാ ഹുവൽ ഈമാൻ ബിഹി വ തസ്ദീഖു ബിഹി, അത് വിശ്വസിക്കുകയും അത് സത്യപ്പെടുത്തുകയും ചെയ്യണം. പക്ഷെ അതെങ്ങനെയാണ്? ഈ പറഞ്ഞ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, അഹ്ലു സുന്നത്തി വൽ ജമാഅ അവർ ഷഫാഅത്തിനെ അംഗീകരിക്കുന്നവരാണ്. എന്നാൽ നാം നേരത്തെ കേട്ടതുപോലെയുള്ള തെറ്റായ രൂപത്തിലുള്ള ഷഫാഅത്തല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയോടുകൂടി, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ഷഫാഅത്ത് ലഭിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ധാരാളം കാണാം. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹു യുഖ്രിജു ഖൗമൻ മിനൻ നാരി ബിശ്ശഫാഅ, ഷഫാഅത്ത് കൊണ്ട് നരകത്തിൽ പ്രവേശിച്ച ഒരു വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് ഷഫാഅത്ത് ചെയ്യുന്നവരെ ആദരിക്കുകയും, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിയുള്ള നരകക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ്? നേരത്തെ കേട്ടതുപോലെ തൗഹീദുള്ള ആളുകളാണ്. അവർ തൗഹീദുണ്ട്, പക്ഷേ ഒരുപാട് പാപങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ പാപങ്ങൾ കാരണത്താൽ അവർക്ക് നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരും. പക്ഷേ അവർക്ക് തൗഹീദ് ഹൃദയത്തിൽ ഉണ്ടായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഷഫാഅത്തിനുള്ള അവസരം നൽകി. ചില ആളുകൾ അവർക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്തു. അങ്ങനെ അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. ചിലപ്പോൾ നബി ആയിരിക്കാം, ചിലപ്പോൾ സാലിഹീങ്ങളായിരിക്കാം. അതുപോലെ ഹദീസുകൾ വന്നതുപോലെ തന്നെ കൂട്ടുകാരായിരിക്കാം എന്നാണ് പറയുന്നത്. ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും ഒരുമിച്ച് കൂട്ടാളികളായി ഉണ്ടായിരുന്ന ഒരു ഭാഗം ആളുകളായിരിക്കും. പക്ഷെ അവരുടെ കൂട്ടത്തിൽ നിന്നും ചില ആളുകൾ നരകത്തിലേക്ക് പോയി. അവർ സ്വർഗത്തിലേക്ക് പോയപ്പോൾ അവർ ഭൂമിയിൽ അവരോടൊപ്പം കൂട്ടുണ്ടായിരുന്ന ചിലരെ കാണാൻ സാധിക്കുന്നില്ല. അവർക്ക് പ്രയാസമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദുള്ള കാരണത്താൽ ഈ ആളുകൾക്ക് ഷഫാഅത്ത് ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണ്. ഇന്ന ആളുകൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്തോളൂ, നിന്റെ കൂട്ടുകാരനെ മോചിപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് നരകത്തിൽ നിന്നും അവരെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതിക്ക് ശേഷം. പണ്ഡിതന്മാർ പറയാണ്, മുവഹിദീങ്ങളായ കൂട്ടുകാരെ നിങ്ങൾ ധാരാളമായി കൂടെ കൊണ്ടു നടക്കണം എന്ന് പറയുന്നതിൻ്റെ വലിയ ഫضലാണത്. കാരണം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ അവരുടെ കൂടെ ഉണ്ടായ മുവഹിദീങ്ങൾ ഒരാളെ കാണാതായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ അവസരം നൽകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഷഫാഅത്തുണ്ട് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്നെ വന്നിട്ടുണ്ട്, ഇന്നല്ലാഹ യുഖ്രിജു ഖൗമൻ മിനൻ നാരി ബിശഫാഅത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് കൊണ്ട് ഒരു വിഭാഗം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഷഫാഅത്തുകൾ ധാരാളക്കണക്കിനുണ്ട്. അമ്പിയാക്കൾക്കുണ്ട്, സാലിഹീങ്ങൾക്കുണ്ട്. അതേപോലെ തന്നെ ചെറിയ കുട്ടിക്ക് ആ കുട്ടിയുടെ ഉപ്പയും ഉമ്മയും ഒക്കെ ഷഫാഅത്ത് ചെയ്തുകൊണ്ട് സ്വർഗത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കും. ഈ നിലക്ക് ഒരുപാട് ഷഫാഅത്തുണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് ഷഫാഅത്ത് ചെയ്യുന്ന ആളുകളെല്ലാം ഷഫാഅത്ത് ചെയ്തു പിരിഞ്ഞു. എന്നാലും ഒരുപാട് ആളുകൾ വീണ്ടും നരകത്തിലുണ്ടായിരിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ വലിയ കാരുണ്യം റബ്ബ് സുബ്ഹാനഹു വ തആല ആ നരകത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൻ്റെ ഒരു കണികയെങ്കിലും ഹൃദയത്തിൽ ബാക്കിയുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ പുറത്തെടുക്കുന്നതാണ്. ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, യദ്ഖുലു അഹ്ലുൽ ജന്നത്തി അൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കേണ്ട ആളുകളൊക്കെ സ്വർഗത്തിൽ പ്രവേശിച്ചു. വ അഹ്ലുൻ നാരി അന്നാർ, നരകക്കാരായ ആളുകളൊക്കെ നരകത്തിൽ പ്രവേശിച്ചു. സുമ്മ യഖൂലുല്ലാഹു തആല, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അഖ്രിജു മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ, ഈമാനിൻ്റെ ഒരു കടുകുമണിയോളം, ഒരു ധാന്യമണിയോളം അത്രയെങ്കിലും ഒക്കെ കൽബിൽ തൗഹീദുള്ള ഈമാനുള്ള ഒരാളുണ്ടെങ്കിൽ അവൻ നരകത്തിൽ നിന്ന് പുറത്തെടുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. ഇത് സഹോദരങ്ങളെ കാണാൻ സാധിക്കും. സ്വഹീഹ് മുസ്ലിമിൽ കുറച്ചുകൂടി വിശദമായിട്ട് ഈ കാര്യം സഹോദരങ്ങളെ വന്നിട്ടുണ്ട്. എന്താണ് വന്നിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അമ്മ അഹ്ലുൻ നാർ അല്ലദീന ഹും അഹ്ലുഹാ ഫഇന്നഹും ലാ യമൂതൂന ഫീഹാ വലാ യഹ്യൂൻ, നരകത്തിൽ ശാശ്വതവാസികളായിട്ടുള്ള ആളുകളുണ്ട്. ശിർക്കിൽ മരണപ്പെട്ടു പോയ ആളുകൾ, അവർക്ക് രക്ഷയില്ല. അവർ നരകത്തിൽ മരിക്കുകയുമില്ല, ജീവിക്കുകയുമില്ല. അങ്ങനെ ഒരു ജീവിതമാണ് അവർക്കുണ്ടാകുക. വലാകിൻ നാസുൻ അസാബത്ഹുമുൻ നാറു ബിദുനൂബിഹിം ഔ ഖാല ബിഖതായാഹും, എന്നാൽ ചില ആളുകൾ അവരുടെ തിന്മകൾ കാരണത്താൽ അവർ നരകത്തിൽ പ്രവേശിച്ചവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു മരണം നൽകുന്നുണ്ട്. ഫഅമാതഹും ഇമാതത, അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകൾ വൻപാപങ്ങളായിരിക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അവിടെ മരിപ്പിക്കും. ഹത്താ ഇദാ കാനു ഫഹ്മൻ, അങ്ങനെ അവർ കരിക്കട്ടകളായി തീരും. ജീവനില്ല, മരണപ്പെട്ട് കരിക്കട്ടകളായി അവർ തീരും. ഉദിന ബിശ്ശഫാഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി ഷഫാഅത്തിന് അനുമതി നൽകും. ഫജീഅ ബിഹിം ദബാഇറ, കൂട്ടം കൂട്ടമായി അവരെയും കൊണ്ട് ആളുകൾ ഇങ്ങനെ പുറത്തേക്ക് വരും. ഈ കരിക്കട്ടകളെയാണ് കൊണ്ടുവരുന്നത്. ഫബുസ്സു അല അൻഹാരിൽ ജന്ന, അങ്ങനെ ജന്നത്തിൻ്റെ, സ്വർഗത്തിൻ്റെ അരുവികളുണ്ട്, അവിടെ കൊണ്ടുപോയി ഇവരെ ഒഴുക്കുന്നതായിരിക്കും. സുമ്മ ഖീല യാ അഹ്ലൽ ജന്ന അഫീദു അലൈഹിം,
എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗക്കാരോട് പറയും, നിങ്ങളുടെ അടുക്കലുള്ള വെള്ളം കൊണ്ട് ഇവരുടെ മേൽ കോരിയൊഴിക്കുക. അങ്ങനെ കോരിയൊഴിക്കും. ഫയൻബുതൂന നബാതൽ ഹിബതി തകൂനു ഫീ ഹമീലിസ് സൈൽ. അങ്ങനെ അവരിതാ ഈ വെള്ളത്തിൽ നിന്നും ചെറിയ ചെറിയ മുളകൾ ഇങ്ങനെ വരും. ഇങ്ങനെ ചെറിയ മുളകൾ ഇങ്ങനെ വരുന്നു. അങ്ങനെ അതിന് ജീവൻ ഉണ്ടാകും. അങ്ങനെ അവർക്ക് ജീവൻ ഉണ്ടായതിനു ശേഷം അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഷഫാഅത്തുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിക്കുന്നത് തന്നെയാണ്. ഇത് ഹദീസിൽ സ്ഥിരപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഈ ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ എന്തല്ല? അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുകയോ സഹായം തേടുകയോ അല്ല. അങ്ങനെയാണ് നിങ്ങൾ ഷഫാഅത്തിനെ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് ആദ്യം ഷഫാഅത്ത് തടയപ്പെടുന്നത് നിങ്ങളായിരിക്കും. നിങ്ങൾക്കൊരു ഷഫാഅത്ത് ലഭിക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹിയ നാഇലത്തുൻ ഇൻഷാ അല്ലാഹ്. അത് ലഭിക്കുന്നത് ആർക്കാണ്? ആരാണോ മൻ ലാ യുശ്രികു ബില്ലാഹി ഷൈഅ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ശിർക്ക് ചെയ്യാതെ മരണപ്പെട്ടു പോകുന്നതാണ്. മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅ, എൻ്റെ ഉമ്മത്തിൽ ശിർക്ക് ചെയ്യാതെ മരണപ്പെടുന്ന ആളുകൾക്കാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, തൗഹീദിൻ്റെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഷഫാഅത്ത് എന്ന് പറയുമ്പോൾ അത് നമുക്ക് നേരെ ഓർമ്മ വരേണ്ട തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം ഷഫാഅത്ത് ലഭിക്കണമെങ്കിൽ തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തൗഹീദിന് വിരുദ്ധമാകുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് വലിയ ഷിർക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം, ചെറിയ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടണം. വലിയ ഷിർക്ക്, അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് നേരെ ഇബാദത്ത് നൽകുന്ന വലിയ ഷിർക്കുകളുണ്ട്. പ്രാർത്ഥനകൾ നൽകുന്ന, സഹായതട്ടങ്ങൾ നൽകുന്ന, നേർച്ചകൾ നൽകുന്ന, തവക്കുൽ വരമേൽപ്പിക്കലൊക്കെ നൽകുന്ന വലിയ ഷിർക്കുകളുണ്ട്. ചെറിയ ഷിർക്കുകളുണ്ട്, ഉറുക്കുകളും മേലസുകളും ഒക്കെ. ഇതിൽ നമ്മൾ രക്ഷപ്പെടേണ്ടതുണ്ട്. ഉറുക്കുകളും മേലസുകളും ഒക്കെ അടങ്ങുന്ന ചെറിയ ഷിർക്കുകളിൽ നിന്നും രക്ഷപ്പെടേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കുന്നത് അവൻ പുറത്തു തരികയില്ല എന്നാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് വലുതും ചെറുതുമായ എല്ലാ ഷിർക്കും ഉൾപ്പെട്ടു എന്നാണ്. അൻ യുശ്റക എന്ന് പറഞ്ഞാൽ എല്ലാ ഷിർക്കും അതിൽ ഉൾപ്പെട്ടു. അതുകൊണ്ട് ഒരു ഷിർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയില്ല എന്നാണ് പറയുന്നത്. ചെറിയ ഷിർക്കും അല്ലാഹു തആല പുറത്തു തരികയില്ല. വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ഷിർക്കിനെയും നമ്മൾ വളരെ ഗൗരവത്തിൽ ഭയപ്പെടേണ്ട കാര്യമാണ്. ജീവിതത്തിൽ ചെറിയ ഷിർക്കുകൾ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. എന്തൊക്കെയാണ് വലിയ ഷിർക്കുകൾ, എന്തൊക്കെയാണ് ചെറിയ ഷിർക്കുകൾ? സഹോദരങ്ങൾ, ഏറ്റവും വളരെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണത്. കിതാബ് തൗഹീദ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുക വഴി ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദീനിൽ നിന്ന് നേരെ പുറത്തു പോകുന്ന ഷിർക്കുകൾ എന്തൊക്കെയാണ്, നമ്മുടെ അമലുകളെ ബാത്തിലാക്കി കളയുന്ന ഷിർക്കുകൾ എന്തൊക്കെയാണ്, ഇത് പഠിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. കാരണം എങ്കിൽ മാത്രമാണ് നമുക്ക് ഷഫാഅത്തിന് അർഹരാകാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സാലിഹീങ്ങൾക്കോ ഒരാൾക്കും ഞങ്ങൾക്ക് തൗഹീദ് ഇല്ലെങ്കിൽ അവർക്ക് ഞങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. കാരണം അള്ളാഹു ഉദ്ദേശിക്കുക, അള്ളാഹു തൃപ്തിപ്പെടുക, അത് തൗഹീദുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി, ഹൃദയത്തിൽ നിന്ന് ഇഖ്ലാസോടുകൂടി പറഞ്ഞവർക്ക് മാത്രമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ഷഫാഅത്ത് ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാർ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കി റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ കൂടുതൽ അടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.